പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സായന്ന സമയത്ത് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം അറിയിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ ഭാര്യ സിൽവിയും എൻ്റെ മൂത്ത മകൻ ജോഷുവയും ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ ഇന്ന് വൈകുന്നേരമായിരിക്കുന്നു. പ്രത്യേക നമ്മുടെ വചന സന്ദേശത്തിൻ്റെ തീം എന്ന് പറയുന്നത് പുനരുത്ഥാനം മുതൽ കൃപായുഗം വരെ എന്നുള്ള വിഷയം ആസ്പദമാക്കിയാണ്. ഇപ്രകാരം ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് പേജിന് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധയായ ശ്രേഷ്ഠ കർത്തൃദാസി സിസ്റ്റർ റോസിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്റെ ശുശ്രൂഷകൾ ഓൺലൈനിലൂടെ ലോകത്തിലുള്ള അനേക രാജ്യങ്ങളിൽ ജനങ്ങൾ കേൾക്കുകയും അനുഗ്രഹം പ്രാപിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേക നാളുകളായി ഞങ്ങൾ പ്രിയപ്പെട്ട കർത്തൃദാസിയുടെ ശുശ്രൂഷയോടും ചേർന്ന് പല സമയങ്ങളിലും ഇപ്രകാരം ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ദൈവത്തിന് അറിയിപ്പാൻ ദൈവം ഞങ്ങൾക്കും ഭാഗ്യം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന പ്രവർത്തിക്കുന്ന അനേക കർത്തൃദാസന്മാർ ഈ പ്രത്യേകമായ ഗ്രൂപ്പിലൂടെ, പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ കർത്താവിന്റെ നാമത്തെ വിളിച്ചറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വരാറായി. ലോക സംഭവങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം എന്നിവയെല്ലാം അടിക്കടിയായി ഉയരുമ്പോൾ ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇതാ വേഗം വരുന്നു. ജനങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, തിരുവചനം എന്തു പറയുന്നു ആ കാര്യങ്ങൾ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിവർത്തീകരിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കുമ്പോൾ ഒരു പാട്ടുപാടി ഞങ്ങൾ പ്രാരംഭമായി ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഓൺലൈൻ കൺവെൻഷന്റെ പ്രാരംഭ ദിവസമായ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു അനുഗ്രഹമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു തെലുങ്ക് ഗാനം, കർത്താവ് യേശു ക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. స్తోత్రం. సిలువలో నాకు బదులుగా నీ ప్రాణమిచ్చావు యేసయ్యా. సిలువలో నాకు బదులుగా నీ ప్రాణమిచ్చావు యేసయ్యా. ఏమిచ్చి నీ రుణము తీర్చగలనయా. నీ త్యాగం నేనెప్పుడు మరువలేనయా. ఏమిచ్చి నీ రుణము తీర్చగలనయా. నీ త్యాగం నేనెప్పుడు మరువలేనయా.
സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ പ്രത്യേക ദിനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓൺലൈൻ കൺവെൻഷൻ മുഖാന്തരം കർത്താവെ അങ്ങയുടെ ദാസന് വചനമായി കർത്താവിന്റെ പാദസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ, കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ ദൈവം ഞങ്ങളോട് സംസാരിക്കണം കർത്താവ്. അവിടുത്തെ വചനം വായിച്ച് ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയങ്ങൾ അറിഞ്ഞ് ദൈവാത്മാവ് ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ, ഈ ഓൺലൈൻ പ്രോഗ്രാമിനായി ദൈവമേ പ്രിപ്പയർ ചെയ്ത പ്രിയ സഹോദരി റോസ്ലിൻ, അവർ കുടുംബത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. റോസ്ലിൻ പ്രയർ ഗ്രൂപ്പിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാ കുടുംബങ്ങളെ, എല്ലാ സഹോദരങ്ങളെ കർത്താവെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ കൺവെൻഷൻ മുഖാന്തരം അനേകർ കർത്താവിന്റെ അടുത്ത് വരുവാൻ, അനേകരുടെ പേരുകൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവമേ ഹല്ലേലൂയ എഴുതപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സകല മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഓൺലൈൻ കൺവെൻഷനിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. മനോഹരമായ പാട്ട് പാടി സഹായിച്ച എൻ്റെ പ്രിയ ഭാര്യ സിൽവിക്കും, വളരെ മനോഹരമായി ഈ ഗാനത്തിന് കീബോർഡ് വായിച്ച് സഹായിച്ച ഞങ്ങളുടെ മൂത്ത മകൻ ജോഷുവയ്ക്കും പ്രത്യേകമായി നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. എന്നോടൊപ്പം എൻ്റെ കുടുംബം ഒരുമിച്ച് കർത്താവിൻ്റെ പേരിൽ നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുണ്ട്. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ എനിക്ക് കടന്നു വരുവാൻ ഇടയായി. ഇന്ന് കേൾക്കുന്നതായ ദൈവിക വചനം നമ്മുടെ എല്ലാ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അതുപോലെ തന്നെ പുനരുത്ഥാനം എന്ന വിഷയം ബന്ധിപ്പിച്ച് ചില കാര്യങ്ങൾ ദൈവജനത്തിലൂടെ സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷനിലെ അനുഗ്രഹീതരായ കർത്തൃദാസിദാസന്മാർ സ്തോത്രം തുടർന്നുള്ള വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും എന്ന് ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ലോക ചരിത്രത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, യേശുക്രിസ്തുവിന്റെ ബലിമരണം, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയ വിഷയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷേ കർത്താവായ യേശുവിനെ കുറിച്ച് അധികമൊന്നും കേൾക്കാത്ത വ്യക്തികളാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ വളരെ ലളിതമായി ചില വിഷയങ്ങൾ ആമുഖമായി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യാവതാരം എടുത്തു എന്നുള്ളത് ഒരു ചരിത്ര വിഷയം തന്നെയാണ്. അതൊരു കേൾവി കഥയോ കെട്ടുകഥയോ അല്ല, അത് ചരിത്രപരമായി ഉള്ള വസ്തുതയാണ്. അതാർക്കും തിരുത്തുവാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ ഉദയം ചെയ്ത, ഈ ലോകം കൊണ്ട് അവസാനിച്ച ഒരു വ്യക്തിയല്ല കർത്താവായ യേശുക്രിസ്തു. അവിടുന്ന് അഖിലാണ്ടത്തിന്റെയും സകല അണ്ടഘടാകങ്ങളുടെയും സർവചരാചരങ്ങളുടെയും സൃഷ്ടിതാവും സകലത്തെയും നിയന്ത്രിക്കുന്നവനും ഭരിക്കുന്നവനും ആണ്. അനാദി മുതൽ അനാദി വരെ അനന്തമായി ആരംഭവും അവസാനവുമില്ലാതെ നിലനിൽക്കുന്ന ജീവനുള്ള ദൈവമത്രേ കർത്താവായ യേശുക്രിസ്തു. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല, ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്.
ക്രൈസ്തവ മതം എന്നൊരു മതം യേശുക്രിസ്തു സ്ഥാപിച്ച മതമല്ല. യേശുവിനെ അനുഗമിക്കുന്ന ആളുകളെ ഒരു മതം എന്ന് കണക്കാക്കി ലോകം വിളിക്കുന്ന പേരാണ് ക്രൈസ്തവ മതം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, മത നേതാവല്ല, ഒരു മതത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഇഹലോകത്തിൽ വന്നവനുമല്ല. യേശുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു ലോക രക്ഷകൻ എന്നത്രേ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, യേശു ലോകത്തിലേക്ക് മനുഷ്യാവതാരം എടുത്ത് വന്നതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഈ ലോകത്തിൽ മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മരിക്കുവാൻ ഉലകത്തിൽ അവതരിച്ച ഒരേ ഒരു വ്യക്തി ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അത്രേ. പ്രൈസ് ദി ലോർഡ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ, ദേശഭാഷ വ്യത്യാസം കൂടാതെ, വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ എന്ന വ്യത്യാസം കൂടാതെ, പണക്കാരനോ ദരിദ്രനോ എന്ന വ്യത്യാസം കൂടാതെ ലോകത്തിലുള്ള സകല മാനവ ജനതയുടെ പാപപരിഹാരം വരുത്തുവാൻ ഈ ഉലകത്തിൽ അവതരിച്ച അത്യുന്നതനായ ദൈവമത്രേ കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്ര പഠിച്ചാലും എത്ര പ്രസംഗിച്ചാലും, അവിടുത്തെ സ്നേഹത്തെ കുറിച്ച് എത്ര വർണ്ണിച്ച് പാട്ടുകൾ പാടിയാലും ഒരു മനുഷ്യന്റെ ആയുസ് കൊണ്ടുപോലും ഒതുക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള അനന്തമായ സ്നേഹത്തിനുടമയാണ് ഈ ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതാ ഒരു സുവർണാവസരം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യന്റെ പാപത്തിന് പൂർണ്ണമായി പരിഹാരം വരുത്തുവാൻ അവിടുന്ന് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. തന്നെ മരണത്തിന് താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് ഉള്ളത്തിൽ സ്വീകരിക്കുവാൻ കഴിയും? അതിനുവേണ്ടി ഒരു തീർത്ഥാടനങ്ങളോ പുണ്യകർമ്മങ്ങളോ അല്ലെങ്കിൽ നേർച്ച കാഴ്ചകളോ അർപ്പിക്കേണ്ടതായ ആവശ്യമില്ല. അതിന് മറ്റൊരു വ്യക്തിയുടെ സഹായത്തിന്റെയും ആവശ്യമില്ല. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വായ് കൊണ്ട് ഇപ്രകാരം രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറഞ്ഞാൽ നിശ്ചയമായും നിങ്ങളെയും യേശു രക്ഷിച്ച് നിങ്ങളുടെ പാപത്തിന്റെ മോചനം തന്ന് നിങ്ങളെയും ദൈവത്തിലായി സ്വീകരിക്കും. ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവായ യേശുവേ, അങ്ങ് രക്ഷകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ ശിക്ഷയേക്കേണ്ട സ്ഥാനത്ത് അങ്ങ് ശിക്ഷയേറ്റ് എനിക്ക് പകരമായി മരണം കൈവരിച്ചു. അവിടുത്തെ അവസാനത്തുള്ളി രക്തം വരെയും എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് ഒഴുക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ രക്തത്താൽ സകല പാപത്തിന് മോചനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെയും ദൈവപൈതലായി സ്വീകരിക്കണമേ. ഇനി മുതൽ ഞാൻ അങ്ങയുടെ പൈതലായി ജീവിച്ചു കൊള്ളാം. ഇപ്രകാരം ഒരു തീരുമാനത്തോടുകൂടി നിങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ പാപത്തിന് മോചനം തന്ന് നിങ്ങളെ ദൈവപൈതലായി സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ സ്വീകരിച്ചാൽ എന്താണ് ലഭിക്കുന്നത് എന്ന ഒരുപക്ഷെ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നിരിക്കാം. ഒന്ന്, നമ്മുടെ സകല പാപത്തിനും മോചനം ലഭിക്കുന്നു. അതുപോലെ നമ്മുടെ സകല ശാപത്തിൽ നിന്ന് മോചനം തരുവാൻ കർത്താവായ യേശുവിന് കഴിയും. നിത്യമായ സമാധാനവും സന്തോഷവും മദ്യത്തിനോ മയക്കുമരുന്നിനോ
സിനിമയ്ക്കോ മ്ലേച്ഛകരമായ ജീവിതങ്ങൾക്കോ മറ്റ് ലോക ആഡംബരങ്ങൾക്കോ തരുവാൻ കഴിയാത്തതായ, പണത്തിനോ പ്രശസ്തിക്കോ ധനത്തിനോ തരുവാൻ കഴിയാത്തതായ നിത്യമായ സമാധാനവും സന്തോഷവും കർത്താവായ യേശുവിന് തരുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതം ക്ഷണികമാണ്. മരണം ഒരു നിഴൽ പോലെ ഒരു മനുഷ്യന്റെ ജനനം മുതൽ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏത് നിമിഷവും നമ്മുടെ ഈ ലോകത്തിലെ കൊച്ചു ജീവിതം അവസാനിച്ചെന്നിരിക്കാം, പക്ഷെ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. അതിനപ്പുറമായി ഒരു നിത്യജീവനുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിലൂടെ മാത്രമേ മരണത്തിനപ്പുറമായിട്ടുള്ള നിത്യജീവനിൽ എത്തുവാനായിട്ട് കഴിയുള്ളൂ. ആയതുകൊണ്ട് ഈ കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ സന്ദേശത്തിലേക്ക് ഞാൻ കടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിനാധാരമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക വചനം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആണ് ഞാൻ വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ലൂക്ക്, ചാപ്റ്റർ 24 വേഴ്സസ് 1 to 8. അവർ ഒരുക്കിയ സുഗന്ധവർക്കം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കിടന്നപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവനോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്തു. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച വചനം ഒന്നും കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 6-ാം വാക്യം, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട്, ഈ വചനമാണ്. അതിന്റെ 5-ാം വാക്യം ഒന്ന് ഞാൻ വായിക്കട്ടെ. സ്തോത്രം. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? 6-ാം വാക്യം ഞാൻ വായിച്ചു, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ വചനത്തിൽ ആസ്പദമാക്കിയാണ് ചില ആത്മീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വിശുദ്ധ തിരുവചനത്തിലെ 66 പുസ്തകങ്ങളിൽ പുതിയ നിയമഭാഗത്തെ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ ലേഖനങ്ങൾ, എന്നീ സുവിശേഷങ്ങളും പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥമായ അപ്പോസ്തല പ്രവൃത്തിയുമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ശുശ്രൂഷയുടെ ആധികാരിക ചരിത്ര ഗ്രന്ഥം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ ഈ 4 ലേഖനങ്ങളിലും സവിസ്തരമായി വർണ്ണിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങൾ തമ്മിൽ പരസ്പരം താരതമ്യമുള്ള സുവിശേഷമായതുകൊണ്ട് ഇതിനെ സിനപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സാരസംഗ്രഹ സാമ്യമുള്ള സുവിശേഷങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിന്റെ ചരിത്രരേഖ, ഈ ലോക ജീവിത ശുശ്രൂഷയുടെ ചരിത്രരേഖ വിസ്തരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 4 സുവിശേഷങ്ങളിലെ എഴുത്തുകാർ വ്യത്യസ്തമായ നിലയിൽ ആധികാരികമായി ആഴത്തിൽ മനസ്സിലാക്കുന്നത് പോലെ ലോകജനതയ്ക്ക് യേശുക്രിസ്തുവിന്റെ വ്യത്യസ്തമായ ശുശ്രൂഷകളെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തെ കുറിച്ചും വിവരിച്ചിരിക്കുന്നതായി കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു.
അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തെ കുറിച്ചുള്ള ആധികാരിക രേഖയാണ് ഈ സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് നാം വായിച്ചതായ വചനം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണല്ലോ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനന്തര ശുശ്രൂഷയെക്കുറിച്ച്, ദൂതന്മാരുടെ സാക്ഷ്യം തുടങ്ങിയവയെ കുറിച്ച് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. സ്തോത്രം. ഞാൻ ഈ സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും യേശു ക്രിസ്തുവിന്റെ ഈ ലോക ശുശ്രൂഷയും ചരിത്ര രേഖയായി നിലകൊള്ളുന്നു. സ്തോത്രം. ആ ചരിത്രത്തെ തിരുത്തുവാൻ ഇന്നേ വരെ ലോകത്തിൽ ഒരു എഴുത്തുകാരനും ഒരു പണ്ഡിതനും ഒരു ചരിത്രകാരന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് ഓർപ്പിക്കാം. സ്തോത്രം. കാരണം ഈ വിശുദ്ധ ഗ്രന്ഥത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഓരോ വചനങ്ങൾ, അത് ചരിത്രമായിക്കൊള്ളട്ടെ, പ്രവചനമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെ കുറിച്ചുള്ള പ്രസ്താവനകളായിക്കൊള്ളട്ടെ, അത് ഒരിക്കലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യങ്ങൾ നിലനിൽക്കുന്നതിന്റെ കാരണമായി തീർന്നിരിക്കുന്നത്. ഇവിടെ ആമേ 3 സഹോദരിമാർ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർ കർത്താവായ യേശുവിന്റെ ശരീരത്തിൽ പൂശുവാൻ സുഗന്ധവർഗവുമായി കല്ലറയിലേക്ക് ഓടിപ്പോകുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് ഓടുന്നതായിട്ട് ഇവിടെ പ്രാരംഭ വാക്യത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചതായ വചനത്തിൽ ഇങ്ങനെ കാണുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന ഇവിടെ കാണും. 1-ാം ദിവസം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. നമ്മുടെ ശനിയാഴ്ച സൂര്യാസ്തമയം മുതൽ ഞായറാഴ്ച സൂര്യാസ്തമയം വരെ ഉള്ള സമയമാണ് ഇവിടെ കാണുവാനായിട്ട് ഇടയെത്തുന്നത്. അവർ ഞായറാഴ്ച അതിരാവിലെ വന്നപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതായി കണ്ടു. അന്ന് രാത്രി ഏതെങ്കിലും സമയത്തോ അല്ലെങ്കിൽ അവന്റെ ശരീരം ശവക്കല്ലറയിലും അവൻ പാതാളത്തിലുമായി 3 രാത്രിയിലും 3 പകലും ചിലവഴിച്ചതിന്റെ അന്ത്യത്തിലോ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് തെളിയിക്കുന്നു. മത്തായി സുവിശേഷം 12:40, അതുപോലെ തന്നെ മത്തായി സുവിശേഷം 28:1, മർക്കോസ് 16:1, യോഹന്നാൻ 20:1 തുടങ്ങിയ വചനങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ഈ സുവിശേഷങ്ങളിലെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് വളരെ വ്യക്തമായി കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല എന്ന് അവൻ 2-3 വാക്യത്തിൽ കാണുന്നു. അവർ അകത്ത് കിടന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം അവിടെ കണ്ടില്ല. കർത്താവ് എന്നുള്ള പദം യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഇവിടെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവ് എന്നുള്ള പദം. സ്തോത്രം. അതുപോലെ തന്നെ ഈ പുതിയ കർത്താവ് എന്നുള്ള പദം പഴയ നിയമത്തിൽ തുടർന്ന് 33 പ്രാവശ്യം വിസ്തരിച്ചിരിക്കുന്നതായി കാണുന്നു. കർത്തൃത്വം നടത്തുന്നവൻ കർത്താവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഇന്ന് ലോകത്തെമ്പാടും പ്രൈസ് ദി ലോർഡ് ധൈര്യത്തോടെ അഭിമാനത്തോടെ അവൻ ഞങ്ങളെ പോലെയുള്ള സുവിശേഷ പ്രസംഗകർക്ക് പ്രസംഗിക്കുവാൻ ആധികാരികമായിരിക്കുന്നത്, അടിസ്ഥാനമായിരിക്കുന്നത്, ഉറപ്പായി പ്രസ്താവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പുള്ളത് മറ്റൊന്നുമല്ല, വിശുദ്ധ വചനം രേഖപ്പെടുത്തിയ സത്യം ഇന്ന് ലോകത്തിനു മുമ്പാകെ തുറന്നു കാട്ടിയിരിക്കുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, പുനരുത്ഥാനം ചെയ്തിരിക്കുന്ന കർത്താവ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യേശു ക്രിസ്തു കർത്താവ് എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് ലോകരക്ഷകനായി തീർന്നത് ലോകത്തിലുള്ള സകല മാനവജാതിയുടെ കർത്തൃത്വം നടത്തുവാൻ അവൻ അധികാരമുള്ളവനായി തീർന്നത് അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് തന്റെ ശുശ്രൂഷ, ഈ ലോകത്തിലെ ശുശ്രൂഷ അവസാനിക്കുന്നില്ല.
സ്തോത്രം. ഈ ലോകത്തിലുള്ള അനേക മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ അവരുടെ മരണം കൊണ്ട് അസ്തമിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ സന്ദേശത്തിന്റെ ചരിത്രം, രക്ഷയുടെ സന്ദേശത്തിന്റെ സത്യവചനം ഇന്നും ലോകത്തിലെമ്പാടും മുടങ്ങി നിൽക്കുന്നതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ആണ് ഇന്ന് ലോകത്തിലെമ്പാടും ഈ സന്ദേശം ദൈവദാസന്മാർ പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ സന്ദേശത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ലോകത്തിലുള്ള സകല മാനവ ജനതയ്ക്കും വേണ്ടി അത് എല്ലാ ജനത്തിനും അവകാശപ്പെട്ടതായി തീർന്നത്, എല്ലാ ജനത്തിനും അത് അംഗീകരിക്കുവാൻ വേണ്ടിയായി തീർന്നത്, എല്ലാ ജനത്തിനും വേണ്ടി അത് അവയെ പ്രഘോഷിക്കുവാനായിട്ടിടയായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമെന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പ്രസ്താവിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണത്തിന് അടക്കി വെക്കുവാൻ കഴിയാത്ത ഉലകത്തിൽ ഒരു ഉന്നത വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അത്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കർത്താവിനെ കുറിച്ച് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഞങ്ങൾക്ക് പ്രസ്താവിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് അതിന് അഭിമാനമുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഒരുപക്ഷെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സന്ദേശം നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പായി പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സന്ദേശം മരിച്ചു മൺമറഞ്ഞു പോയ ഒരു വ്യക്തിയെ കുറിച്ചല്ല, മരണത്തിനപ്പുറമായി മരണത്തെ അതിജീവിച്ച് കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ആ യേശുവിനെ ഉയർത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ സഹോദരിമാർ എന്താണ് സുഗന്ധവർക്കം എടുത്ത ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്തെ കല്ലറക്കൽ എത്തി. അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ സമയം തന്നെ വളരെ ഭയാനകരമായ ഒരു സമയമായിരിക്കാം ഒരു പക്ഷേ. കല്ലറയിൽ പതിവായിട്ട് അങ്ങനെ ആളുകൾ രാവിലെ പോകാറില്ല, പ്രത്യേകിച്ച് സഹോദരിമാർ. എന്നാൽ എന്തുകൊണ്ടാണ് ഇവര് സുഗന്ധവർക്കം എടുത്തുകൊണ്ട് കർത്താവിന്റെ കല്ലറയിലേക്ക് പോകുവാനായിട്ട് അവർ തീരുമാനിച്ചത്? മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ടുള്ള അവരുടെ ഹൃദയത്തിലുള്ള ആഴമേറിയ സ്നേഹമത്രേ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ആഴമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ആമേൻ, പ്രിയപ്പെട്ടവരെ, ഇഹലോകത്തിലെ ഭയത്തിന് നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ഇഹലോകത്തിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. പ്രശ്നങ്ങളില്ല, പ്രതികൂലമില്ല, രോഗമില്ല, ദുഃഖമില്ല എന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ മാനുഷികമായി ആമേൻ ജനത്തിന് നമുക്കൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. പക്ഷേ അതിലൊന്നും തകർന്നു പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. കാരണം ഹല്ലേലൂയ, ആമേൻ, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി, ആമേൻ, യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ സകല പ്രതിസന്ധികളെയും ഓവർകം ചെയ്യുവാൻ, തരണം ചെയ്യുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നതായിരിക്കും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ആമേൻ നിങ്ങളുടെ ജീവിതത്തിലെ ആമേൻ ഹല്ലേലൂയ ഇരുട്ടിന്റെ അനുഭവത്തെ മാറ്റുവാൻ, ഇരുട്ടിന്റെ ഭയത്തിൽ നിന്ന് മാറ്റുവാൻ ആമേൻ നിങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. ആമേൻ, ഹല്ലേലൂയ. അവർ അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ വർഷവും ജനിക്കുകയും ഓരോ വർഷവും മരിക്കുകയും അല്ല യേശു ക്രിസ്തു ചെയ്യുന്നത്. അവിടുന്ന് ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് എന്നേക്കും ജീവിക്കുന്ന ദൈവം അത്രേ കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് ഒരു കാര്യം ഉറപ്പോട് പറയട്ടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്നും ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ പാപത്തിന്റെ ബന്ധനത്തിൽ നിങ്ങളെ രക്ഷിക്കുവാൻ ഈ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട്, മനുഷ്യപുത്രനെ അവൻ പാവികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും
അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്തു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ഒക്കെ മുന്നമേ പ്രവാചകന്മാരിലൂടെ പ്രവാചവാക്കളിലൂടെ വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ ജനനം തിരുവഴുത്തിൽ പറയുന്നത് പോലെ ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. തന്റെ ബലിമരണം ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. തന്റെ പുനരുത്ഥാനം ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ കുറിച്ച് ദൈവം എന്തെങ്കിലും ഒരു വാക്തത്വം പറഞ്ഞാൽ, ദൈവം നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതി പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ, അത് ഏത് സാഹചര്യമായാലും അതിന്റെ നടുവിൽ ദൈവം നിവൃത്തിയിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, തന്റെ ജനനത്തിന് മുമ്പ് തന്നെ പ്രവാചകന്മാരിലൂടെ ദൈവം തന്റെ വചനത്തിലൂടെ രേഖപ്പെടുത്തിയ വചനം എത്ര അസാധ്യമായ നടുവിലും കല്ലറെ ഭേദിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. കല്ലറയ്ക്ക് തന്റെ ജീവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എത്ര പ്രയാസകരമായ പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകേണ്ടതായി വന്നെങ്കിലും ദൈവത്തിന്റെ വാക്തത്വം വള്ളിപുള്ളി വ്യത്യാസം കൂടാതെ അത് തെറ്റിപ്പോകാതെ നിവർത്തിയിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. പലവിധമായ ശോധനയുടെ നടുവിലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലാതെ വലിയ ഭാരത്തിന്റെ നടുവിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളെങ്കിൽ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് വളരെ സന്തോഷത്തോടുകൂടി എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു സന്തോഷ വാക്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രവചന വാക്തത്വങ്ങളെല്ലാം അതുപോലെ നിവൃത്തിയായെങ്കിൽ ഏത് അടഞ്ഞ അവസ്ഥയിലായിരുന്നാലും, ഏത് കല്ലറയുടെ അവസ്ഥയിലായാലും, ഏത് മരണത്തിന്റെ വക്കിൽ എത്തപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളെ വിടുവിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും എന്നുള്ള കാര്യം ഞാൻ സന്തോഷത്തോടുകൂടി പറയട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുകൂടെ ഒരു യുഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് കൃപായുഗം എന്ന് പറയുന്നത്. നാം ഇന്ന് ജീവിക്കുന്ന അത് കൃപായുഗത്തിലാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള സൗജന്യമായ രക്ഷ അത് പ്രാപിച്ചെടുക്കുവാനുള്ള ഒരു കൃപ ദൈവം അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മളെ അംഗീകരിക്കുന്ന, നമുക്ക് നൽകുന്ന ഒരു ദാനമാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായ രക്ഷ എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയ കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അവിടെ നിന്ന് വേഗം വരുവാൻ പോവുകയാണ്. കൃപായുഗത്തിന്റെ അവസാന നാളുകളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. കർത്താവിന്റെ വരവേറ്റവാഗതമായിരിക്കുന്നു. രക്ഷ നിങ്ങളുടെ അടുക്കലുള്ളപ്പോൾ അത് സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കർത്താവിനെ സ്വീകരിച്ചിട്ട് പിന്മാറ്റ അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, യേശുക്രിസ്തു തന്റെ വചനത്തിലൂടെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ കടന്നു വരിക, യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. ഈ ലോക സ്നേഹത്തിന്റെ പിന്നാലെ കടന്നുപോയി നിങ്ങളുടെ ജീവിതം തകർക്കപ്പെട്ട് നിങ്ങൾ നശിച്ചു പോകാതെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതായ, നിങ്ങൾ അനുഭവിച്ചതായ ആ രക്ഷയുടെ സൗഭാഗ്യത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മരണം ഒരു നിഴലായി ഒരു മനുഷ്യന്റെ പിന്നാലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നാളെ എന്ത് സംഭവിക്കും നമുക്കാർക്കും പറയുവാൻ കഴിയത്തില്ല. തമ്പുരാന്റെ കരകളിലാണ് നമ്മുടെ ജീവിതം എന്നായിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് മരിച്ചാലും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, നാം ആ നിത്യതയിൽ ചേർക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ബലിമരണം അത് വ്യക്തമായി തീരാതെ, യേശുക്രിസ്തുവിലൂടെ സൗജന്യ രക്ഷ അത് വ്യക്തമായി തീരാതെ, അത് അംഗീകരിച്ചുകൊണ്ട് ഈ കൃപായുഗത്തിൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകാതെ യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നിങ്ങൾ വചനം കേട്ടിട്ട് ഇതുവരെ ഒരു തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനിയുമുള്ള സമയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ദൈവം തന്ന സമയം അത് നാം വ്യർത്ഥമായി കളയാതെ അത് നാം ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ സകല പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ ഇടയാക്കുവാനായി ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ.
ആയതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ആ പുനരുത്ഥാനത്തിന്റെ മഹിമ മനസ്സിലാക്കിക്കൊണ്ട്, ആ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ശിഷ്ടായുസ് മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇനി നിങ്ങൾ സമയം തള്ളിക്കളയരുത്. ഈ സൗഭാഗ്യകരമായ അവസരം നിങ്ങൾ വൃത്തമായി തള്ളിക്കളയാതെ ആ കർത്താവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങി വരുവാൻ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവായ യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, തന്റെ അവിടുത്തെ ജീവൻ എനിക്ക് വേണ്ടി നൽകി. പക്ഷെ പലപ്പോഴും അങ്ങയുടെ പുനരുത്ഥാനത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയാതെ, അതിന്റെ ശക്തി അനുഭവിക്കുവാൻ കഴിയാതെ എന്റെ ജീവിതം ബലഹീനമായി പോയി. എന്റെ വിശ്വാസത്തിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചു. എന്നോട് ക്ഷമിക്കണമേ, എന്നെ ആ നിത്യത സന്തോഷത്തിലേക്ക് മടക്കി വരുത്തണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നാം നിൽക്കുന്ന ഈ ലോകം അക്രമവും അനീതിയും മ്ലേച്ഛതകളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ പോലും മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായി തീർന്ന ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവായ യേശു നൽകിയതായ സൗജന്യ രക്ഷ, തന്റെ ബലിമരണം, ആ പ്രായശ്ചിത്ത മരണം, അത് ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുന്ന് നൽകപ്പെട്ട നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെയിൽ അവനെ അന്വേഷിക്കുന്നത് എന്ത്? കർത്താവെ, ഞങ്ങൾ അങ്ങേ ആഴമായി മനസ്സിലാക്കി, അങ്ങയുടെ മരണത്തെ ആഴമായി ഞങ്ങൾ അംഗീകരിച്ചു. അങ്ങയുടെ ആ സ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിനെ കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഇന്ന് രാത്രി ഈ ഓൺലൈൻ കൺവെൻഷൻ ഓരോ കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. അവൻ എത്ര കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ആ കുടുംബങ്ങളെല്ലാം വിടുവിക്കപ്പെടട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. കർത്താവിന്റെ വലിയ സാന്നിധ്യം ക്രമം കൂടിയിരിക്കണം. റോസ് ഫാമിലി പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസ്യത്തിന്റെ കുടുംബത്തെ ശുശ്രൂഷ മാനിക്കണമേ. കർത്താവ്, ഈ ദൈവം അതിനെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഒരുമിച്ച് സമർപ്പിക്കണം. കർത്താവെ, ഹല്ലേലൂയ. ആമേൻ. മുന്നോട്ടുള്ള പ്രയാണത്തിൽ കർത്താവെ, ഞങ്ങളുടെ മടങ്ങി വരുവരെ, അല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അങ്ങയുടെ സ്നേഹത്തിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസ്ഥാനത്ത് കിഴി മറക്കണം. എല്ലാ നന്മകളാരും നിറച്ചനുഗ്രഹിക്കണം. പ്രാർത്ഥനയാതിന് കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളെ കേട്ട എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. ആമേൻ. ഈ സന്ദേശത്തോടൊപ്പം കൊടുത്ത ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങളുടെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇത്രയും സമയം അനുവദിച്ച് നമുക്ക് കർത്തൃദാസിക്കും തന്റെ പ്രവർത്തനങ്ങൾക്കും കുടുംബത്തിനും ഹൃദയം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ആഴമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.